ആഗ്രഹമില്ലാതെ ചെയ്യുന്നതെല്ലാം മടുപ്പ് തോന്നുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രാർത്ഥനയാകാം, ഉള്ളിൽ നല്ലൊരു ആഗ്രഹം വേണം. ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് നീ ഇവിടെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കുള്ളൂ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ വരുന്നവന് ആ പ്രാർത്ഥന ഒരു മടുപ്പായിട്ട് തോന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളാകാം, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനകളാകാം, ജപമാലകളാകാം, മടുപ്പുകളായിട്ട് മാറുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, ഉള്ളിൽ ആഗ്രഹമില്ലാത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഒരുവൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ഒരു ആഗ്രഹം അവനുണ്ട്, എനിക്കിത് രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കുന്നത് ചുരുക്കമാണെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ ഒരു തീഷ്ണതയുണ്ട്. ഇതെന്താണ്, എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുക? അല്ലെങ്കിലും ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ. ഇതുപോലെ എനിക്ക് ആഗ്രഹങ്ങളുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കാൻ, തമ്പുരാനോട് സംസാരിക്കാൻ, തമ്പുരാൻ്റെ കൂടെയാകാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ മടുപ്പ് തോന്നും. മറ്റു പല കാര്യങ്ങൾക്ക് നമുക്കൊരു കുഴപ്പമില്ല. കൂട്ടുകാരുടെ കൂടെ ഇരിക്കാൻ, മൊബൈൽ ഫോണിൽ എന്തോരം സമയം വേണമെങ്കിലും നമുക്ക് നോക്കിയിരിക്കാൻ, ഗെയിം കളിക്കാൻ, ഇതൊരു മടുപ്പില്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മടുപ്പില്ലാതെ ചെയ്യുന്നത്? എനിക്കത് ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. എനിക്കിവിടെ നിൽക്കുമ്പോൾ ആഗ്രഹത്തോടു കൂടി നിൽക്കാൻ, എൻ്റെ ദൈവസന്നിധിയിലാണ് ഉറക്കോ അല്ലെങ്കിൽ അലസതകളോ അല്ലെങ്കിൽ വിശ്വാസക്കുറവോട് കൂടിയല്ല ഇവിടെ നിൽക്കേണ്ടത്. തീഷ്ണതയോടെ ഈ ദൈവത്തെ കാണണം എന്നൊരു ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.